കൃതികൾക്കിടയിൽ ഒരു കീടകം. അംഗൻവാടിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താടി മുടിയെല്ലാം നീട്ടി വളർത്തി, മോനെ ഞാൻ നിന്റെ പപ്പയാടാന്നും പറഞ്ഞ് കൊച്ചിൻ്റെ അടുത്തേക്ക് കൊച്ചു കാറി കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പറയുന്നത് എന്താ, ഞാൻ ആ കൊച്ചിനെ മുറിക്കകത്തിട്ട് വാതിലടച്ചു എന്നാണ് പറയുന്നത്. അത് കണ്ടിന്യൂ ആയ കാര്യമാണ്. ഞാനിതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മരത്തെ കയറിയിരുന്ന് ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ടേച്ച് കൊച്ചിനെ പിടിച്ചോണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചോണ്ട് മാഡം ചെയ്ത പണിയാണ്. ഞാൻ കൊച്ചിനോട് ഇതുപോലും ചോദിച്ചില്ല. 1.5 വയസ്സായപ്പോൾ വന്നു അദ്ദേഹം. വന്നു, എന്നിട്ട് അത്ര മുറ്റത്ത് നിന്നതേ ഉള്ളൂ, എന്നിട്ട് പോയി. എന്നിട്ട് അപ്പോഴും എന്താന്ന് ചോദിച്ചാൽ ആശുപത്രി വെച്ചും ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇനി വരുന്നത് നിന്നെയും കൊച്ചിനെയും കൊല്ലാനായിരിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. കൊടിയുടെ പുറത്താണെങ്കിൽ പോലും നമുക്കുള്ളിൽ പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ആയതുകൊണ്ടും ഞാൻ വാതിലൊന്നും അടച്ചില്ലായിരുന്നു. ഞാൻ കൊച്ചകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അകത്ത് കയറി നിന്നു, അത്ര തന്നെ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല. പിന്നെ കോടതി കൊടുത്തോ? പിന്നെ വനിതാ കമ്മീഷനെ കൊടുത്തു. 3 അദാലത്തിന് വിളിച്ചു. അവര് വിളിച്ചിട്ട് ഹാജരായില്ല. ഹാജരാകാത്തത് കൊണ്ട് പിന്നെ കുടുംബ കോടതി വക്കീലിന് വേണ്ടിയിട്ട് എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ എടുത്ത്, എനിക്ക് ആരും വേറെ ആശ്രയമില്ലല്ലോ, ഉള്ള ജോലി ഇങ്ങനെ 3 മാസം താൽക്കാലികമായിട്ട് കിട്ടുന്നു. പിന്നെ കൂലിപ്പണി എടുത്താണ് ഞാൻ ആ കൊച്ചിനെ വളർത്തിയത്. അതിനെയും കൊണ്ടുപോകും. പിന്നെ ആ കുട്ടിക്ക് 7 വയസ്സാകാറായപ്പോഴാണ് സ്ഥിരമാകുന്നത്. അതുവരെ സ്കൂളിൽ വിടും. ആ സ്കൂൾ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെത്താം. അപ്പൊ എവിടെയാ താമസിച്ചിരുന്നത്? വാടകയ്ക്ക് വീട് എടുത്ത് താമസിച്ചോ? ആ, വാടകയ്ക്കായിരുന്നു. സെലിൻ ഒറ്റയ്ക്ക്? ഇല്ല, അമ്മച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ലോൺ എടുത്ത് വീട് വെച്ചു. ഇനി ലോൺ എമൗണ്ട് ഒരുപാട് അടയ്ക്കാനുണ്ടോ തിരിച്ച്? 9 ചില്ലറ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഈ ചേട്ടായി വന്ന ശേഷം 3 വർഷത്തോളം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകട്ടെ, ലോൺ അടയ്ക്കുകട്ടെ ചെയ്തില്ല. തികയില്ലായിരുന്നു പൈസ ഒന്നിനും. അതുകൊണ്ടാണ് ഇത്രയും പലിശ കൂടി ഇപ്പോൾ വീണ്ടും 10 കഴിഞ്ഞ് 12 നിൽക്കുകയാണ്. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണോ? ഈ 13 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം വന്നപ്പോ എന്തിനായിരുന്നു സെലിൻ വീണ്ടും സ്വീകരിച്ചത്? അങ്ങനെ ഉപേക്ഷിച്ച് പോയ ഒരാളിനെ? അത് അനിയൻ ഈ കൊച്ചിനെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു, ഇടയ്ക്ക് വണ്ടി ഓടിക്കുകയായിരുന്നു. അപ്പോൾ കൊച്ചിനെ കാണുക, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരുടെ സ്ഥലത്തിന്റെ എന്തോ പ്രശ്നമായിട്ട് വീതം വെക്കാനോ വിൽക്കാനോ ഒക്കെ ആയിട്ട് അനിയൻ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് വന്ന ശേഷം കൊച്ചിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടു. അപ്പോൾ പാർട്ടി ഓഫീസിൽ വെച്ച് അവർ അനിയനും പാർട്ടി നേതാക്കളും എല്ലാം കൂടെ ചോദിച്ചു, എങ്ങനെയാ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോയിക്കൂടെ, ഈ കൊച്ചിനോട് എന്ത് സ്നേഹമാണ്, ഇതാണ്. കൊച്ചിനാണേലും പപ്പയെ കണ്ടതോടുകൂടി എനിക്ക് എൻ്റെ പപ്പ വേണം, മമ്മി പറഞ്ഞതൊന്നുമല്ല, എനിക്ക് എൻ്റെ പപ്പയാ വലുത്, പപ്പയ്ക്ക് എന്നോട് എന്തൊരു ഇഷ്ടമാണ് എന്നും പറഞ്ഞായി ബഹളം. അപ്പോൾ പാർട്ടി ഓഫീസിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട് പണി തീർന്നിട്ടില്ല, കടങ്ങൾ ഒരുപാടുണ്ട്, ഉള്ള ജോലി കളയാൻ പറ്റില്ല, എൻ്റെ വീടും നഷ്ടപ്പെടുത്താൻ പറ്റില്ല, പിന്നെ എനിക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ നേതാവ് ചോദിച്ചു, അപ്പോൾ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വെറും ലീഗൽ ഒരു ഇതുമില്ലാത്ത, നിയമസാധ്യത ഒന്നുമില്ലാത്തൊരു ബന്ധമല്ലേ, അതെപ്പോൾ വേണേലും ഉപേക്ഷിക്കാവുന്നതാണെന്ന് പറഞ്ഞു. സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു 8 വർഷത്തോളമായിട്ട്. പറഞ്ഞു അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നിയമപരമായി വിവാഹം കഴിച്ചതാണോ? അതെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് പോരുകയാണ് എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അനിയനെ വിളിച്ചു. ഇങ്ങനെ, ചേച്ചി എന്തറിഞ്ഞിട്ടാണ് കയറ്റിയത്, ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനി വരുന്നതെല്ലാം ചേച്ചി തന്നെ അനുഭവിച്ചോണമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വന്ന് കയറിയപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ തന്തയല്ലേ, എന്ത് ചെയ്ത് ഞാൻ ഒഴിവാക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. പിന്നെ കൊച്ചിനെ സ്നേഹിക്കും എന്നോർത്തു. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, കുളിപ്പിക്കുകയും എന്തും ചെയ്തു കൊടുക്കും. പിന്നീടായി കഴിഞ്ഞപ്പോൾ അതിനെ കണ്ണെടുത്തെടുത്ത് കണ്ടുകൂടാതായി, അടിയായി ദിവസവും. ഇപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നിച്ചത്, കുഞ്ഞിന്റെ ഭാവി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ചുമായി. കുഞ്ഞിനെ ഉപദ്രവിക്കപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുകയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ വിഷമം. ഇപ്പോഴും ഉപദ്രവിക്കുമോ മൂത്ത കുട്ടി? ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് 3 മാസം മുമ്പ് ഞങ്ങൾ കേസ് കൊടുത്തു. കുട്ടി തന്നെ ബൈക്ക് എടുത്തിട്ട് പോയിട്ട് സ്റ്റേഷനിൽ പോയി പപ്പ ഇങ്ങനെ അടിച്ചിട്ട് കുട്ടി തന്നെ പോയി പരാതി കൊടുത്തു. എന്നിട്ട് അവര് വണ്ടിയും കൊണ്ട് വന്നു. അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ആള് മുങ്ങി. കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞ് എന്നോട് പരാതിയായിട്ട് എഴുതി തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഷോളൂര് സർക്കിൾ ഓഫീസിൽ വെച്ച് തീർപ്പാക്കി. അപ്പം 2 മാസത്തോളം ഇവർക്ക് ശല്യം ഉണ്ടാക്കരുത്, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം, കുട്ടികളെ പോയി കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ മൂത്ത കുട്ടീനെ ഒരു ദിവസം പോലും കാണാൻ വന്നില്ല. കുഞ്ഞു കൊച്ചിനെ അംഗൻവാടിയിൽ വന്ന് കാണുകയും കുറെ ബേക്കറി കൊടുക്കുകയൊക്കെ ചെയ്യും. ചെലവിനൊന്നും തന്നില്ല. അല്ല, നിങ്ങളുടെ ആ കുഞ്ഞ്
നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണ് വീണ്ടും ബസലിൻ നിങ്ങളെ സ്വീകരിക്കാനുള്ളൊരു വലിയ മനസ്സാ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിനെ പിന്നെ എന്താ നിങ്ങൾക്ക് അത്ര വൈരാഗ്യം തോന്നുന്നത്? എന്തിനാ അതിനെ ഉപദ്രവിക്കുന്നത്? മൂത്ത കൊച്ചിനോട് വൈരാഗ്യം തോന്നുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ജീവിതശൈലിയല്ല. വന്ന് മേഡം നിങ്ങൾ ആരെങ്കിലും വന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ മദ്യപാനം എല്ലാം ഞാൻ നിർത്തി തരാം. പക്ഷെ അതുകൊണ്ട് എന്റെ പിള്ളേര് നന്നാവും. ഈ സ്വഭാവമുള്ള നിങ്ങളുടെ മകൻ അങ്ങനെയൊക്കെ ആകുന്നതിൽ അതിശയിക്കും. നിങ്ങൾ കഴിഞ്ഞിട്ട് മകനെ മാറ്റാൻ നോക്കുക. നിങ്ങൾ മകൻ മാറിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം മാറിയിട്ട് ഞാൻ മാറാമെന്ന് പറഞ്ഞ അർത്ഥമൊന്നുമില്ല. അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ 16 വയസ്സുണ്ട്. അപ്പൊ പ്രായപൂർത്തിയാകാറാകുന്ന ഒരു മകനാണ്. പ്രായപൂർത്തിയായപ്പോഴത്തേനും നമുക്കിട്ട് തല്ലാൻ തുടങ്ങി. നമ്മളത് എന്റെ അറിവില്ലായ്മ ഞാൻ എന്റെ അപ്പനെ ആവശ്യമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ ഒരു കുട്ടിക്ക് തോന്നണമെങ്കിൽ അതിന് മതിയായ കാരണം ഉണ്ടാവണം. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ വേണം. കാരണത്താലാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം. അവര് ഈ ആദിവാസി പിള്ളേരുമായിട്ടുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളുമാണ് മെയിൻ പ്രശ്നം. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിച്ചാൽ ഓരോ ദിവസം ചെല്ലുന്നു. ആദ്യം നിങ്ങൾ അവിടെ താമസിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കൂടെ വന്നാൽ കൊച്ചിന് സുരക്ഷിതത്വം ഉണ്ടെന്നോ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെന്നോ ഒന്ന് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവം മാറ്റുന്നില്ലല്ലോ. എന്റെ സ്വഭാവം മാറ്റം തയ്യാറാണ്. പക്ഷെ അവിടുന്ന് താമസിക്കാൻ പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവിടെ താമസിക്കരുത്. 3 വർഷത്തിനിടയ്ക്ക് 2 കൊല്ലത്തോളം ആ വീട്ടിൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്ത് അഗളി എന്ന സ്ഥലത്ത് നെല്ലിപ്പതി എന്ന സ്ഥലത്ത് ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കാരണം അമ്മേനെ നോക്കാനായിട്ട് ഞങ്ങളെയും കൊണ്ട് താമസിപ്പിച്ചിരിക്കുമായിരുന്നു. ചിലപ്പോൾ കുടിച്ച് രാത്രിയിലായിരിക്കും കയറി വരുമ്പോൾ കുട്ടി കമന്ന് കിടന്നുറങ്ങുന്നോടെ നിൻ ചോദിച്ചടിക്കും. ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് പൊറോട്ട കഴിക്കുകയാണ്. നിന്നോട് ഈ സാധനം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ലാടാന്ന് ചോദിച്ചാൽ ഭക്ഷണം വലിച്ചെറിയാൻ അടിക്കുകയും ചെയ്യും. ആ കുട്ടിയോട് ചോദിച്ചാൽ അറിയാം എന്താ സംഭവിച്ചത്, ആ കുട്ടി എങ്ങനെ ഇത്രയും മാത്രം തകർന്നു പോയി. SLC പരീക്ഷയുടെ സമയത്ത് പോലും ആ കുട്ടിക്ക് ഒരു സമാധാനം വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അത് പഠിക്കാൻ പിന്നീട് അതിന് മനസ്സ് തോന്നുന്നു? കുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണത്. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഉപദ്രവിക്കുമായിരുന്നെന്നാണല്ലോ പറയുന്നത്. അമ്മേനെ ഞാൻ ഉപദ്രവിക്കായിരുന്നു. ഒച്ചയെടുക്കും. ഞാൻ എന്റെ സ്വഭാവത്തിന് ഞാൻ വണ്ടമാനം ഒച്ചയെടുക്കും, എന്തെങ്കിലുമൊക്കെ പറയും. അല്ലാണ്ട് അമ്മേനെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടിടത്താണ് താമസിക്കുന്നത്? അതെ. ഇദ്ദേഹം താമസിക്കുന്നത്? ഞാൻ ചായക്കടയിലാണ് കിടക്കുന്നത്. ചായക്കടയിലാണ് ജോലി? എന്റെ പണി ചായക്കട പണിയാണ്. അല്ല, സ്വന്തം ചായക്കടയാണ്? ഇല്ലില്ല. പാചകം ഉണ്ട്. ഡെയിലി കവുങ്ങ് കയറുന്ന പണിയുണ്ട്, മിഷൻ വെച്ച് കവുങ്ങ് കയറുന്ന പണിയുണ്ട്, തെങ്ങ് കയറുന്ന പണിയുണ്ട്. ഇതുകൊണ്ടൊക്കെ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് നേരത്തെ കാര്യം പറഞ്ഞു, 1 ദിവസം ജോലി ചെയ്താൽ പിന്നെ 5 ദിവസം പണിയിട്ടില്ലെന്ന്. അങ്ങനെ തോന്നുന്നെങ്കിൽ പിന്നെ അങ്ങനെ അതിനകത്ത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞില്ല എന്റെ വൈഫ് എന്ത് പറയുന്നു അവിടെ ഞാൻ മുട്ടുകുത്താൻ. ഞാൻ പെട്ടുപോയില്ലേ, അതുകൊണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. എനിക്ക് പറ്റിയത് മൊത്തം അതായത് ഞാൻ 0 ബാലൻസ് ആണ്. എനിക്ക് 2 ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്ന എന്റെ കുടുംബപരമായിട്ട്. അതുപോലും എല്ലാം കൊണ്ടുപോയി. എനിക്കൊന്നുമില്ല. എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടെന്താ? അല്ലെങ്കിൽ ഞാൻ നശിപ്പിച്ചു കളയുമെന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണോ? ഞങ്ങൾ യാതൊരു കണക്ഷനും ഇല്ല എന്റെ റിലേഷനിൽപ്പെട്ട ചേട്ടനനിയന്മാരായിട്ടോ ആരുമായിട്ടും. അല്ല, പിന്നെ ഇവരെ കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിച്ചവരെ നോക്കാൻ വേണ്ടി അത് വാടകയ്ക്ക് വീടെടുത്ത ഉത്തരവാദിത്വമില്ലാത്തൊരു വ്യക്തിയാണ്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. അതല്ല സാറേ, ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, എന്റെ കാരണവന്മാരായിട്ട് എനിക്ക് സ്നേഹം തന്നില്ല. എന്റെ കുടുംബം, എന്റെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണത്. നമ്മുടെ കഴിവില്ലായ്മ. എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുള്ളൊരു മനുഷ്യൻ. എനിക്ക് മദ്യപിക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് നിർത്താം, ഈസി ആയിട്ട് നിർത്താം. 8 മാസം മദ്യം നിർത്തിയിട്ട് ഞാൻ ബജാജ് സീറ്റ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ അറിയത്തേ ഇല്ല. നിങ്ങൾ മദ്യം കഴിച്ചാൽ അധികം അമിതമായിട്ട് ബഹളം ഉണ്ടാക്കുന്നതാണ് ഒരാൾക്ക് തിരിച്ചറിയുകയും ചെയ്യും. മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഞാനിപ്പോ അല്ലല്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റാതെ വരും. സ്വയം തിരിച്ചറിയാൻ മേലാതെ ഒന്നും ഇതുവരെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് 39 വയസ്സാകുമ്പോ ഞാൻ 7 വയസ്സിൽ അതുകൊണ്ടാണോ ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ 7 വയസ്സിൽ മദ്യപിക്കുന്നത്? ഞാൻ ചുമ്മാ കാലിലൊക്കെ പിടിച്ച് ചുമ്മാ ഇങ്ങനെ കാണിക്കാറുണ്ട്. അത് സീരിയസ് ആയിട്ട്, അതായത് നിസ്സാര ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം മനസ്സിൽ കൊണ്ടുനടക്കുവാണെങ്കിൽ ആ ജീവിതം മുമ്പോട്ട് പോവുകയല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതോടെ കൊണ്ട് തീരുവ. ഇവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. പറഞ്ഞും പ്രവർത്തിച്ചും കഴിഞ്ഞാൽ അത് അപ്പൊ തീരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ? ചെലവിന് എന്നെ സാധിക്കുന്ന പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ഒരു ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കൃത്യങ്ങൾ കുട്ടികൾക്ക് ചെലവിനൊന്നും തന്നിട്ടുണ്ടോ? ചെലവിനൊന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തരാറില്ല. പിന്നെ എന്തെങ്കിലും ബേക്കറിയോ പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെ വീട്ടു സാധനങ്ങൾ തീർന്നു എന്ന് പറയുമ്പോൾ മേടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ചുമ്മാ ഇരുന്ന് തിന്നാൻ നിൽക്കണ്ട, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യും.
നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ ഞാൻ കൂലിപ്പണിയെടുത്താ ജീവിച്ച എൻ്റെ കൈവെള്ള പൊട്ടി ഉണ്ടാക്കിയത് അതാണ് ഇതാണെന്ന് വേണ്ടാത്തതെല്ലാം പറയും. കുട്ടിയുടെ മനസ്സ് തകർക്കുന്ന പോലെ. അതാണ് അവന് പഠിക്കണമെന്നില്ല, എന്തായാലും ഞാൻ കുടുംബം നോക്കാം എന്നൊരു ഇതായിപ്പോയി. +1 പരീക്ഷ കുട്ടി എഴുതിയിട്ടില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. കുഞ്ഞിനും എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്താണ് +1 പരീക്ഷ. വീട്ടിലാരും ഇല്ലായിരുന്നു. അവൻ പരീക്ഷ എഴുതാൻ പോയില്ല. ഏത് സ്കൂളിലാണ് പഠിക്കുന്ന? അഗളി. പഠിക്കുന്നുണ്ടോ എന്നിട്ട്? പരീക്ഷ എഴുതാൻ പോയിട്ടില്ല. പോയിട്ടില്ല. +1 കൊണ്ട് നിർത്തി, പഠിത്തം നിർത്തി എന്നാണ് പറയുന്നത്. എത്ര പറഞ്ഞു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഫീസ് അടച്ചതും എല്ലാത്തിനും. വന്നു കഴിഞ്ഞു ഈ മനുഷ്യൻ, ആ കൊച്ചിന്റെ പഠിത്തം എങ്ങനെയുണ്ട്? സ്കൂളിലൊന്ന് ഒരു ദിവസം PTA വിട്ടു. ഞാനൊന്നും PTA നടക്കുന്നിടം കണ്ടില്ല എന്നും പറഞ്ഞ്, അന്നേരം ഞാൻ പ്രസവിച്ച് കിടക്കായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. PTA നടക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചു പോന്നു. ബാബു, ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. അമ്മ എന്തെല്ലാം അധ്വാനിക്കുകയും അമ്മ കാര്യങ്ങളെല്ലാം നടത്തുകയൊക്കെ ചെയ്താലും വല്ലപ്പോഴും ഒരിക്കൽ കാണുന്ന ആളാണെങ്കിൽ പോലും അച്ഛനാണൊരു ആൺകുട്ടിയുടെ മനസ്സിലെ റോൾ മോഡൽ. അച്ഛനെ പോലെ ആവണം, അച്ഛനെ പോലെ പൊക്കം വേണം, അച്ഛൻ്റെ പോലെ മീശ വേണം. അതൊക്കെ എല്ലാ ആൺകുട്ടികളുടെ മനസ്സിൽ ആദ്യം കാണുന്ന രൂപം അതല്ലേ, വിശ്വസിക്കുന്ന രൂപം അതല്ലേ. ഇപ്പൊ നല്ലത് പറഞ്ഞാലും ഒച്ചയായി പോവും, ചീത്ത പറഞ്ഞാലും ഒച്ചയായി പോവും. അങ്ങനെ ഒരു മൈൻഡാണ് എൻ്റെ. ഞാൻ എന്ത് സംസാരിച്ചാലും സൗണ്ട് കൂടുതല. അപ്പം ഇവളുടെ അമ്മ തന്നെ അയലോക്കത്തല്ലേ പറഞ്ഞേപ്പിച്ചേക്കും, അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം അങ്ങോട്ട് വിളിച്ചറിയിച്ചേക്കണം. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. 13 വർഷം എങ്ങനെയാണ് ഇവ തന്റെ ഭാര്യയും കുഞ്ഞും ജീവിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റി? എന്റെ ഒരു മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് തെറ്റും അംഗീകരിക്കാൻ തയ്യാറാ. പക്ഷെ എന്റെ കുടുംബം ഇല്ലാതെയാക്കി കളഞ്ഞത് എന്റെ വൈഫാണ്. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ മാഡത്തിന് അംഗീകരിക്കാൻ. നിങ്ങൾ 13 വർഷം മാറി നിന്നപ്പം നിങ്ങളുടെ കുടുംബത്തിന് ആര് നോക്കിയായിരുന്നു? എങ്ങനെ? ഭാര്യയും കുട്ടികളും. ഭാര്യയും കുട്ടികളും നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയൊരു ഭർത്താവ് തിരിച്ചു വരികയല്ലോ. എന്തോ മരിച്ചുപോയൊരു ഭർത്താവ് തിരിച്ചു വരികയല്ലോ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞാൽ സംഭവിച്ചൊക്കെ സംഭവിച്ചു, ഇതിനെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക. അന്നേരം ഗവൺമെന്റ് ആശുപത്രി മുമ്പിൽ ഒന്ന് വെച്ച് പറഞ്ഞു, എന്റെ വൈഫ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് മരിച്ചു പോയായിട്ട് കണക്ക് കൂട്ടി പറഞ്ഞു. അന്വേഷിക്കുന്നതേ ഇല്ല. അന്നത്തെ പൂസും പുറത്ത് സംഭവിച്ചത് നമ്മൾ ആ തെറ്റ് അംഗീകരിച്ചു. ആ തെറ്റ് അംഗീകരിച്ചിട്ട് എന്റെ കുടുംബം പറഞ്ഞു ഞാൻ മരിച്ചു പോയായിട്ട് കണക്ക് കൂട്ടിക്കോളാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ തന്നെ ഇവിടെ 7 വർഷം അകന്നിരുന്നാൽ തന്നെ നിയമം പറയുന്നതാണ് മരിച്ചതിന് തുല്യമാണ്. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ജീവിക്കണം എന്താ താല്പര്യം? എനിക്കോ? എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ എന്റെ പെൺകുഞ്ഞിന്റെ ഭാവി എനിക്ക് ഏറ്റവും വലിയ. അതെന്തിനാ നിങ്ങൾ ഈ ആൺകുട്ടിക്ക് 16 വയസ്സായല്ലോ, ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചില്ല? അത് വളർന്നില്ലേ? പെൺകുഞ്ഞിനെ അതുപോലെ അവർ 13 വയസ്സായപ്പോഴത്തേനും വന്നു. എന്തിനാന്ന് എന്നത്? 1.5 വയസ്സായപ്പോ വന്നപ്പോ 1.5 വയസ്സായപ്പോ ഉപേക്ഷിച്ചു പോയി. ഇല്ല, 1.5 വയസ്സായപ്പോ എന്റെ കൊച്ചിനെ കാണാൻ വന്നപ്പോ മുറിയിലിട്ട് പൂട്ടിയപ്പോ തന്നെ മനസ്സിൽ കണക്കൂട്ടി. നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ ആയിരുന്നു. മദ്യപിച്ച് ലക്ക് കെട്ട് കയറി ചെന്നാലേ ഉപദ്രവിക്കാൻ മാത്രം ചെല്ലും. ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞ് എങ്ങനെ വളരുന്ന, ആ ഭാര്യ എങ്ങനെ ജീവിക്കുന്ന അന്വേഷിച്ചോ? ഇപ്പൊ എന്തിനു കയറി ചെല്ലുന്ന? ഞാനൊന്നും അന്വേഷിച്ചില്ല. അവർക്ക് എന്തിനാ അങ്ങനെ ഒരു ഭർത്താവിനെ, ഒരു അച്ഛനെ എന്തിന്? സ്ഥിരമായിട്ട് ജോലിക്ക് പോകാതെ നിങ്ങളെ വിശ്വസിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് വീടും മാറി സ്വന്തമായിട്ടൊരു കൂര ഉള്ളപ്പോൾ ആ ലോൺ തീർത്ത് അതങ്ങ് ബാധ്യത ഒഴിവാക്കുന്നതല്ലേ ഏറ്റവും ബുദ്ധി. നിങ്ങളിവിടെ ജോലി ചെയ്ത് ആ ലോൺ തീർത്ത് ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് അവിടെ ജോലി ഉണ്ടാക്കി അവിടെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പുതിയ താമസം എന്ന് പറയുമ്പോൾ ഇനി എന്തെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കൂട്ടത്തിൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്റെ കൂട്ടത്തിൽ വന്നാൽ മതി. അല്ലാണ്ട് ഞാൻ ഒരു കാരണവശാലും ഇന്നാളെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയരുത്. ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് എന്റെ ഭാര്യയ്ക്ക് എന്ന് തോന്നുന്നു അന്ന് എന്റെ കൂട്ടത്തിൽ വന്നാൽ മതി. അതുവരെ ഞങ്ങൾ അകന്ന് ജീവിക്കാൻ തയ്യാറാണ്. അല്ല, അത് അവരിപ്പോ ആവശ്യപ്പെട്ടില്ലല്ലോ നിങ്ങൾ കൂടെ. അല്ല, ഞാൻ പറയത് ഞാൻ ഇപ്പൊ മേഡം ഇങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞതാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. എല്ലാവർക്കും ബോധ്യമായതിനു ശേഷം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പരാതിക്ക് വേണ്ടി വരില്ല. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ ഞാൻ കൂടെ വരാം പറഞ്ഞോ? ആരും പറഞ്ഞില്ല. പിന്നെന്താ? ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് താമസിക്കാന്നുള്ള ഒരു ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അല്ലല്ലേ, അതാണ് നിങ്ങളുടെ പെങ്കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു വീഴുന്നത്. എനിക്കൊരു പെങ്കൊച്ചുണ്ടായാൽ ഞാൻ പൊടി നിർത്തുമെന്ന് പരസ്യമായി പറഞ്ഞു. ആ പെങ്കൊച്ചുണ്ടായി 2 വയസ്സായിട്ടും അതിനൊന്ന് മാമദിസ മുക്കാനോ പള്ളിയിൽ ചേർക്കാനോ അതന്നെയാണ് വലിയ പ്രശ്നങ്ങള്. തയ്യാറായിട്ടില്ല. അച്ഛൻ ഏത് സമയം പറഞ്ഞിരുന്നു ഇതിന് ഇങ്ങനെ കേസിന് വരികയെന്ന് പറഞ്ഞപ്പോഴും പോയി നോക്ക്, നന്നാകുമോ നോക്കാം എന്നാണ് അച്ഛൻ പറഞ്ഞു. പലതവണ അച്ഛനെ വിളിച്ച് ഉപദേശിച്ചതാണ്. പള്ളിയിലെ മാമോദിസ മുങ്ങിയില്ല പള്ളി വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, നിങ്ങള് പള്ളി ക്രിസ്ത്യൻസ് അല്ലേ? പിന്നെന്തോ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല?
എങ്ങനെയാണ് ഒന്ന് 6 മാസം നിന്ന് കഴിയുമ്പോൾ പിന്നെ 6 മാസം നിർത്തിയാലാത്ത കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പോകുമല്ലോ. തല്ല് കിട്ടുന്നിടത്ത് നമ്മൾ നിൽക്കില്ലല്ലോ. അല്ല, ഈ നിർത്താതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഉപദ്രവം കാണും. സഹിക്കാൻ വയ്യാതല്ലേ? നിങ്ങൾക്കത് നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളൊരു വേറൊരു മനുഷ്യജീവിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതും ചെറിയ സംഭവം, ആ ചെറിയ സംഭവമൊക്കെ വലുതാക്കി മേലുന്നുണ്ട്. നിങ്ങളെ നല്ല ഇടി പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നിസ്സാര ചെറിയ സംഭവം പോലീസുകാർ ജസ്റ്റ് ഒന്ന് അടിച്ചു, ഇതാണോ വലിയ കാര്യം എന്ന് അവർ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന് ആങ്ങളമാർ കൂടി എടുത്തിട്ട് ഇടിച്ചു കഴിഞ്ഞപ്പോ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ തല്ലുന്ന എത്ര നേരം നോക്കി വയ്ക്കും? ഇടിച്ചോ ആങ്ങളമാര്? ആങ്ങളമാരല്ല, കുഞ്ഞമ്മ വന്നിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ മകനും മരുമകനൊക്കെയാണ്. ഞങ്ങളെ ഇട്ട് അടിച്ചു കഴിഞ്ഞ് അവര് കയറി വന്നു. എന്തിനാടെ കൊച്ചിനെയും പെണ്ണിനെ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അതാദ്യം ഈ മൂത്ത കുട്ടി 4 മാസമായിരുന്നില്ലേ ആ സമയത്ത്. അപ്പോഴാണ് വന്നിട്ട് അവര് തെറി വിളിച്ചു, നീയൊക്കെ ആരാ ഈ രാത്രിയിൽ ഇത് നോക്കാൻ വന്നേക്കുന്നത്, നിനക്കൊക്കെ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ പറയാ, കേട്ടല്ലറിയുന്ന തെറിയൊക്കെ വിളിച്ചു. അവര് ദേഷ്യം വന്നിട്ട് അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് ആശുപത്രി പോയി. എനിക്ക് അടി കൊണ്ട് കണ്ണെല്ലാം നീലിച്ച് ബോധം കിട്ടുന്ന അവസ്ഥയിലായിരുന്നു. കൊച്ചിനും എന്തെങ്കിലും കൊച്ചും അലറിക്ക് അറിയായിരുന്നു. കാലെ പിടിച്ച് തൂക്കിയെടുത്തതല്ലേ നിലത്തടിക്കാൻ വേണ്ടി. 4 മാസമുള്ള കുഞ്ഞിനെ. 4 മാസമല്ല മേഡം, 6 മാസം. 6 മാസമായില്ല. കാലെ പിടിച്ചു തൂക്കിയെടുത്തൊന്നുമില്ല. നാട്ടുകാരുണ്ടല്ലോ, അവർക്കറിയാം ഞാൻ ജീവിച്ചത് അവരുടെ മുമ്പിൽ തന്നെയാണല്ലോ. അവർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം നമ്പർ കൊടുക്ക്, ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം എന്താന്ന്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അവർ ആശുപത്രി കൊണ്ടുപോയി. ആ വണ്ടിയുടെ മുന്നിലോട്ട് എടുത്തു ചാടി. അപ്പൊ വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ആശുപത്രി കൊണ്ടുപോയി കുഞ്ഞമ്മ എന്റെ കൂടെ വന്നിട്ടുമുണ്ട്. അപ്പൊ കുഞ്ഞമ്മയ്ക്കറിയാം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നോ ഭർത്താവിനെ തല്ലുന്നതെന്ന്. എന്തായാലും സെലിന്റെ കുഞ്ഞമ്മയും ബാബു ആരാ സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ? സോജൻ. സോജനെ ഒന്ന് നമുക്ക് വിളിക്കാം. ഹലോ. എടാ, ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിന്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവോ?